കെ വി പ്രദീപിലേക്ക് വന്നാൽ പ്രദീപ് നേരത്തെ കോടതിക്കകത്ത് മാത്രമല്ല, അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്തതുപോലെ കോടതിക്കകത്ത് മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിക്ക് പുറത്തും ഉറച്ചു ബാധിക്കുന്നുണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്ത് പിശകില്ല, ഈ തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കില്ല, അവിടെ എത്തിയത് ചെമ്പ് മാത്രമാണ്, സ്വർണത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള വിശദീകരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. കോടതിയിൽ ഏതെങ്കിലും കക്ഷിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുക, അത് ഏതുതരം കക്ഷിയാണെങ്കിലും നിലപാട് സ്വീകരിക്കുന്നത് സാധാരണ അത് പ്രൊഫഷന്റെ ഭാഗമാണ്. അക്കാര്യത്തിൽ ഒരു അഭിഭാഷകനും ഒരു തരത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ കോടതിക്ക് പുറത്തും പരസ്യമായി ന്യായവാദങ്ങൾ ഉയർത്തുമ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസുമായി വലിയ ദീർഘകാലത്തെ ബന്ധമുണ്ടോ അല്ലെങ്കിൽ വലിയ അവർക്ക് വേണ്ടി പ്രത്യേക താല്പര്യത്തോടുകൂടി ഇടപെടുന്ന സംശയമൊക്കെ ഉണ്ടാകുന്നത്. അന്ന് പ്രദീപ് മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ച ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യുവർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ്, അല്ലെങ്കിൽ കവചങ്ങളാണ്, ദ്വാരപാലക കവചങ്ങളാണ്. കാരണം കമ്പനിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മറ്റ് എന്തെങ്കിലും ലാക്കർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസും നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വീകരിക്കാറില്ല. അപ്പോൾ 2019 നമ്മളുടെ അവിടെ എത്തിച്ചിരിക്കുന്ന സാധനം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്തുള്ള പാളികളാണ്. ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ആ ഇടക്കാല ഉത്തരവിൽ പോലും കോടതി പറയുന്നത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു എന്നത് അവിതർക്കിതമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അഴിച്ചതാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്നതാണ് സംശയം. അല്ല, അതിനെക്കുറിച്ച് സ്മാർട്ട് ക്രിയേഷൻസിനൊന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ നിന്ന് അഴിച്ചത് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് തന്നെയാണോ എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം, എൻ്റെ കക്ഷിയായ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത് പ്യുവറായിട്ട് കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. അതൊന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല.